നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത്. അതിനുശേഷം ഇതുവരെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിനു വേണ്ടി കേവലം 5 മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങളാണ് ഇതുവരെ നെയ്മർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ തിരിച്ചടി മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈയിടെ നടന്ന ഫിറ്റ്നസ് ടെസ്റ്റിൽ നെയ്മർ ജൂനിയർ പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും 2 മാസത്തോളം നെയ്മർ കാത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നെയ്മർക്ക് ജനുവരിയിൽ മാത്രമേ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു സർപ്രൈസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തെന്നാൽ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിനുള്ള അൽ ഹിലാലിൻ്റെ 31 അംഗ സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യാൻ ഈയൊരു ക്ലബിന് സാധിച്ചേക്കും. സൗദി അറേബ്യൻ മാധ്യമമായ അൽ റിയാദിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. AFCയുടെ രജിസ്ട്രേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ്. അതായത് സൗദി അറേബ്യൻ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും AFCയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡിൽ ആ താരത്തെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിന് 5 ദിവസം മുൻപ് വരെ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ ക്ലബ്ബുകൾക്ക് സാധിക്കും. കൂടാതെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ സ്ക്വാഡിനകത്ത് മാറ്റം നടത്താനും സാധിക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ അപ്പോഴും ക്ലബിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയറെ ACL സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് നിലവിൽ തടസ്സങ്ങൾ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് തന്നെയാണ് ഇവിടെ പ്രധാന പ്രശ്നമായിക്കൊണ്ട് നിലകൊള്ളുന്നത്. കളിക്കാൻ ആവശ്യമായ ഫിറ്റ്നസ് നെയ്മർ ജൂനിയർ എന്ന് വീണ്ടെടുക്കും എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത്. അതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.